ഇന്ന് നടന്ന പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തത്, പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? രജിസ്ട്രേഷൻ കാലാവധി നമ്മൾ പുതുതായിട്ട് കാറ് എടുക്കുന്നവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എത്ര വർഷത്തേക്കാണ് ഏത് രജിസ്ട്രേഷൻ കാലാവധി. 15 വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ കാലാവധി. തെറ്റിപ്പോകരുത്. പുതുതായി എടുക്കുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണ്? 15 വർഷത്തേക്കാണ് കാലാവധി. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണ് മാറിപ്പോകരുത്. 12 ടണ്ണിൽ കൂടുതലാണെങ്കിൽ ആ വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഈ പാഠം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. N3 കാറ്റഗറിയാണ്. ഏതാണ്? N3 കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. 12 ടണ്ണിൽ കൂടുതലാണെങ്കിൽ N3 കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 15 ആണ്. സെക്ഷൻ 15. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് ഡേറ്റ് തീരുന്നതിന് 1 വർഷം മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അന്നേരം സെക്ഷൻ 15 പ്രകാരമാണ് ഇത് പുതുക്കി തരുന്നത്. നെക്സ്റ്റ്, കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദ് ചെയ്യുകയോ ചെയ്യുന്നത്? ഏത് റൂളാണ് ഡിസ്ക്വാളിഫൈ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുന്നത്? ഏത് റൂള് അനുസരിച്ചാണ്? റൂൾ 21 അനുസരിച്ചാണ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദ് ചെയ്യുകയോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി ആയി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ലൈസൻസ് കൊടുക്കുകയും അതിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ബി, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, RTO ആണ്. മാറിപ്പോരുത്, RTO ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏതാണ്? ഗുഡ്സ് കാരിയേജ് വാഹനങ്ങളാണ് പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത്. നെക്സ്റ്റ്, ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യം ഇല്ലാത്തത്? ഏത് വാഹനത്തിനാണ്? ആംബുലൻസിനാണ് പെർമിറ്റ് ആവശ്യം ഇല്ലാത്തത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നമ്മൾ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു മോട്ടോർ വാഹനം കാരേജ് വേയിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത്. അത് കറക്റ്റ് ആണ്. ഒരു മോട്ടോർ വാഹനം ഇതിലൂടെയാണ് കാരേജ്, അതായത് റോഡിലൂടെ വേണം എന്ത് ചെയ്യാൻ? അത് ഓടിക്കേണ്ടത്. പുറകോട്ടെടുക്കുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ സുരക്ഷിതമായ അകലം പാലിക്കണം. അതും സെന്റൻസ് ശരിയാണ്. മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, വാഹനത്തിൽ ഉച്ചത്തിലുള്ള മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തണം. അതും ശരിയാണ്. അന്നേരം സി ആണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ്, ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതാണ്? ഓപ്ഷൻ നോക്കാം. മറ്റ് വാഹനങ്ങളെ മറികടക്കുക, ചെയ്യാൻ പാടില്ല. യൂട്ടേണും എടുക്കാൻ പാടില്ല. ദെൻ പുറകോട്ട് ഓടിക്കുക, അത് ഒരിക്കലും പാടില്ല. അന്നേരം ഇവയെല്ലാം ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ തെറ്റായ സെന്റൻസ് ഏതാണ്? വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗം 25. അത് ശരിയാണ്. ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാവുന്നതാണ്. അത് തെറ്റാണ്. ഒരിക്കലും ഇരുചക്ര വാഹനം കെട്ടിവലിക്കാൻ പാടില്ല. കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം 5 മീറ്റർ. അത് ശരിയാണ്. കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കയറോ ചെയിനോ ഏതാണെങ്കിലും അത് പ്രത്യേകം കാണുന്ന രീതിയിലായിരിക്കണം കെട്ടിവലിക്കേണ്ടത്. അതും ശതരം ആൻസർ ബി ആണ്. അന്നേരം തെറ്റായ പ്രസ്താവന, ഇരുചക്ര വാഹനം കെട്ടിവലിക്കാൻ പാടില്ല. നെക്സ്റ്റ്, ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഡ്രൈവിംഗ് ലൈസൻസ്? അത് റൂൾ 31 ആണ്. റൂൾ 31 മാറിപ്പോരുത്. ഓൾറെഡി നമ്മൾ 21 പറഞ്ഞിട്ടുണ്ട്. ഇത് റൂൾ 31 ആണ്. നെക്സ്റ്റ്, നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പരിക്ക് പറ്റിയ ആളെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലാക്കുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യുക. അന്നേരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? 24 മണിക്കൂറിനകം നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അന്നേരം ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനം അല്ലാത്തതാണ്. അന്നേരം അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനം, അന്നേരം അത് എമർജൻസി വാഹനമല്ല. അത് അപകടകരമായ വസ്തുക്കളാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിൽ നമ്മുടെ ഓപ്ഷനിൽ
എന്താണ്, അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? ലഘു നിയന്ത്രണോപാധി ഏതാണ്? അതായത് റിവർ വ്യൂ മീറ്റർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്, വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ച്, ഇവയെല്ലാം ഇതിനകത്ത് വരുന്ന ചെറിയ ഉപകരണങ്ങളാണ്. നെക്സ്റ്റ്, ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു. അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? IPDE എന്ന് പറയുന്നത്. എന്താണ് IPDE? കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം IPDE മെത്തേഡ്, ഐഡന്റിഫൈ, പ്രഡിക്റ്റ്, ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട്. അന്നേരം IPDE എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ, നമ്മൾ കണ്ടെത്തുക, പ്രഡിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മുൻകൂട്ടി നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യുക, ഡിസൈഡ് തീരുമാനിക്കുക, ആൻഡ് എക്സിക്യൂട്ട് നടപ്പാക്കുക. അന്നേരം IPDE എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ, പ്രഡിക്റ്റ്, ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട്. ഐഡന്റിഫൈ, പ്രഡിക്റ്റ്, ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട്. നെക്സ്റ്റ്, കേരളത്തിലെ 4 വരി ദേശീയപാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഏതാണ്? മോട്ടോർ കാറുകൾക്ക് എത്ര കിലോമീറ്റർ സ്പീഡാണ്? 100 കിലോമീറ്റർ ആണ്. പുതുതായിട്ട് വന്നതാണ് 100 കിലോമീറ്റർ. നേരത്തെ 90 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പോൾ 100 കിലോമീറ്റർ ആക്കി. നെക്സ്റ്റ്, ഒരു ചരക്ക് വാഹനത്തിൽ അമിത ഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരമുള്ള താഴെ കൊടുത്തിരിക്കുന്ന ഓഫീസറിൽ ആരാണ് എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരി ഏതാണ്? ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ച ഒരു ഓഫീസർ പിടിച്ചാൽ അയാൾക്ക് എന്ത് കൊടുക്കാം? ഏതാ? നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് C ആണ്. പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണിത്. പിഴയും എന്ത് ചെയ്യാം? ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം. നെക്സ്റ്റ്, മോട്ടോർ വാഹനം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ അളവ് 30 മില്ലിഗ്രാം ആണ്. 100 മില്ലി ലിറ്ററിൽ 30 മില്ലിഗ്രാം ആണ്. തെറ്റിപ്പോരുത്, 30 മില്ലിഗ്രാം ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയാണ് നോക്കുന്നത്. ശരിയാണ് താഴെ പറയുന്നതിൽ. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സിറ്റുവേഷൻ, അതായത് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വാഹനം നമ്മുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ സിറ്റുവേഷൻ ഏതാണ്? അന്നേരം ഇതിനകത്ത് കൊടുത്ത അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുക, അത് ശരിയാണ്. അടിയന്തര ഘട്ടത്തിൽ മരുന്നുകൾ എത്തിക്കുക, അന്നേരം 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം C. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഓപ്ഷൻ നോക്കാം. അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നത്, കറക്റ്റാണ്. അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യുവാൻ സഹായിക്കുന്നത്, കറക്റ്റാണ്. അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്ന ആൾ, അതും ക്ഷണരം 1, 2, 3. നെക്സ്റ്റ്, 24 വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ 75/75 ആണ്. 75/75 ആണ്. മാറിപ്പോരുത്, 75/75 ആണ്. നെക്സ്റ്റ്, മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓഫീസർക്കാണ്? പോലീസ് സബ് ഇൻസ്പെക്ടർ, SIക്ക് അധികാരമുണ്ട്. ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ്? പിൻചക്രം ഭാഗികമായി മറയ്ക്കുക, സാരി ഗാർഡ്, ഹാൻഡ് ഹോൾഡ്, അതായത് പിൻ യാത്രക്കാർക്ക് പിടിച്ചിരിക്കുവാൻ വേണ്ട പിടി, പിന്നെ ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാർ, ഓക്കെ. പിൻ സീറ്റ് യാത്രക്കാൻ ഉപയോഗിക്കാവുന്ന ഫൂട്ട് റെസ്റ്റ് യന്ത്രം, ഇത് 3ഉമാണ്. അതായത് 1, 2, 4. 1, 2, 4 ആണ് ശരി. നെക്സ്റ്റ്, റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണം. ഈ റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. റൺ ടൈപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റൺ ഫ്ലാറ്റ് ടൈപ്പ്, ഇതിന്റെ പ്രത്യേകത സ്പെസിഫിക് ടെക്നോളജി ടു അലോ യു ടു ഡ്രൈവ് ഫോർ എ ലിമിറ്റഡ് ഡിസ്റ്റൻസ് അറ്റ് എ റെഡ്യൂസ്ഡ് സ്പീഡ് ആഫ്റ്റർ എ പഞ്ചർ ഓർ ഡ്രോപ്പ് ഓഫ് ടയർ പ്രഷർ. അതായത് പഞ്ചർ ആയതിനു ശേഷവും അതായത് സ്പീഡ് കുറച്ച് ഡിസ്റ്റൻസ് ഓടിക്കാൻ പറ്റുന്ന, അതാണ് ഈ റൺ ഫ്ലാറ്റ് ടയറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ടൂൾ കിറ്റും ഫാസ്റ്റ് എയ്ഡ് കിറ്റുമാണ്. അതാണ് ടൂൾ കിറ്റും ഫാസ്റ്റ് എയ്ഡ് കിറ്റുമാണ് മെയിനായിട്ട് വേണ്ടത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ വേണ്ട? അതായത് സ്പീഡ് ഗവർണർ വെക്കണ്ട എന്നതാണ്. അന്നേരം ഫയർ ടെൻഡർ, അത് ശരിയാണ്. ആംബുലൻസ് ശരിയാണ്. പോലീസ് വാഹനം ശരിയാണ്. 80 കിലോമീറ്റർ വേഗം താഴെ മാത്രം സഞ്ചരിക്കുക, ഇതും ശരിയാണ്. ആൻസർ 4. നെക്സ്റ്റ്, ഹസാർഡ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ
എവിടേക്കാണ്? പിൻഭാഗത്തും ഇരുവശത്തും. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒലീവ് ഗ്രീനും നേവി ബ്ലൂവും. അന്നേരം 1, 2. നെക്സ്റ്റ് സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം ഏതാണ്? പെട്രോളിയം ടാങ്കർ ട്രാക്ക് ആണ്. അതായത് ഈ സ്പാർക്ക് അറസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഒരു പാർട്ടാണ്. നമുക്കത് ജസ്റ്റ് ഗൂഗിളിൽ നമുക്ക് സ്പാർക്ക് അറസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഇതാണ്. അതായത് ഇതിന്റെ ഉപയോഗം ഇതിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സപ്ലിമെന്ററി ഫയർ പ്രിവെൻഷൻ, അതായത് ഫയർ പ്രിവെൻഷൻ ഫോർ ഡസ്റ്റ് കളക്ഷൻ സിസ്റ്റം. അതായത് ഇങ്ങനെയുള്ള വാഹനങ്ങളിലാണ് പെട്രോളിയം ടാങ്ക് ട്രാക്ക് മെയിനായിട്ട് അതാണ്. നെക്സ്റ്റ് ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത് ഏതാണ്? മോട്ടോർ ക്യാബിലാണ് ഘടിപ്പിക്കേണ്ടത്.